നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് മാട്രിമോണിയൽ സൈറ്റ് വഴി പരിചയപ്പെട്ട് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന പരാതിയിൽ യുവാവിനെതിരെ പോലീസ് കേസെടുത്തു. വടകര സ്വദേശി മുഹമ്മദ് ഷമാസിനെതിരെയാണ് വിദ്യാനഗർ പോലീസ് കേസെടുത്തത്. വേനൽ മഴയോടൊപ്പം ശക്തമായി ഉണ്ടായ ഇടിമിന്നലിൽ കാസർഗോഡ് ജില്ലയിൽ വ്യാപക നാശനഷ്ടം. പടുപ്പിൽ തട്ടുമൽ സ്വദേശികളായ ഗോപാലൻ രുക്മിണി ദമ്പതികളുടെ വീടിന് മിന്നലേറ്റ് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളുണ്ടായി. നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ SFIയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. കാസർഗോഡ് കടന്നൽ കുത്തേറ്റ് അധ്യാപകൻ മരിച്ചു. വളാംതോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ ചാമുണ്ടിക്കുന്ന് സ്വദേശി വിജയനാണ് മരിച്ചത്. ജില്ലയിൽ നഴ്സസ് ദിനം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. ശോഭിക വെഡിംഗ്സിന്റെ വാർഷികാഘോഷ പരിപാടികൾ വൈവിധ്യമാർന്ന പരിപാടികളോടെ സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് നടന്ന സംസ്ഥാന മാർഷൽ ആർട്സ് ഫെസ്റ്റിവലിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. മെയ് 14 മുതൽ 19 വരെയാണ് മാർഷൽ ആർട്സ് ഫെസ്റ്റിവൽ നടക്കുന്നത്. വാർത്തകൾ വിശദമായി. കാസർഗോഡ് മാട്രിമോണിയൽ സൈറ്റ് വഴി പരിചയപ്പെട്ട് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന പരാതിയിൽ യുവാവിനെതിരെ പോലീസ് കേസെടുത്തു. വടകര സ്വദേശി മുഹമ്മദ് ഷമാസിനെതിരെയാണ് വിദ്യാനഗർ പോലീസ് കേസെടുത്തത്. മാട്രിമോണിയൽ സൈറ്റ് വഴി പരിചയപ്പെട്ട യുവതിയെ പീഡിപ്പിക്കുകയും പണം തട്ടുകയും ചെയ്തെന്ന പരാതിയിൽ വടകര സ്വദേശിക്കെതിരെ കേസ്. വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന 32-കാരിയുടെ പരാതിയിൽ മുഹമ്മദ് ഷമാസ് എന്നയാൾക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. മാട്രിമോണിയൽ സൈറ്റ് വഴി പരിചയപ്പെട്ട ശേഷം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുകയായിരുന്നു. 8.5 ലക്ഷത്തോളം രൂപ ഇയാൾ കൈക്കലാക്കിയെന്നും പരാതിയിൽ പറയുന്നു. പിന്നീട് ബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറി. ഇതോടെയാണ് യുവതി പോലീസിൽ പരാതി നൽകിയത്. പ്രതി സമാനമായ രീതിയിൽ മറ്റ് സ്ത്രീകളെയും ചൂഷണം ചെയ്തതായാണ് പോലീസ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. ഒളിവിൽ പോയ ഇയാൾക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി വിദ്യാനഗർ പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വേനൽ മഴയോടൊപ്പം ശക്തമായുണ്ടായ ഇടിമിന്നലിൽ കാസർഗോഡ് ജില്ലയിൽ വ്യാപക നാശനഷ്ടം. പടുപ്പിൽ തട്ടുമൽ സ്വദേശികളായ ഗോപാലൻ രുക്മിണി ദമ്പതികളുടെ വീടിന് മിന്നലേറ്റ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളുണ്ടായി. പെർള മണിയമ്പാറയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്ക് മരം വീണ് യാത്രക്കാരൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇടിമിന്നലിൽ കാസർഗോഡ് ജില്ലയിൽ വ്യാപക നാശനഷ്ടം. പടുപ്പിൽ വേനൽ മഴയ്ക്കിടെയുണ്ടായ ഇടിമിന്നലിൽ വീടിന് മിന്നലേറ്റ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചു. തട്ടുമൽ സ്വദേശികളായ ഗോപാലൻ രുക്മിണി ദമ്പതികളുടെ വീടിനാണ് മിന്നലേറ്റത്. വീട്ടിൽ ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും വലിയൊരു ദുരന്തം തലനാരിഴയ്ക്കാണ് ഒഴിവായത്. വീടിനുള്ളിലെ മുഴുവൻ ഇലക്ട്രിക് വയറിംഗും കത്തിക്കരിഞ്ഞു. ബൾബുകൾ പൊട്ടിത്തെറിച്ചു. സ്വിച്ച് ബോർഡുകൾ തെറിച്ചുപോയ നിലയിലാണ്. മിന്നലിന്റെ ആഘാതത്തിൽ വീടിന്റെ അടുക്കള ഭാഗത്തെ ഓടുകൾ പൊട്ടിത്തെറിച്ചു. പെർള മണിയമ്പാറയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്ക് മരം വീണു. വാടൂർ സ്വദേശിയായ ഡോക്ടർ പ്രസാദ് ഓടിച്ച കാറിന് മുകളിലേക്കാണ് കനത്ത കാറ്റിൽ മരം വീണത്. ഇദ്ദേഹം മാത്രമാണ് കാറിലുണ്ടായിരുന്നത്. മരം കടപുഴകി വീണത് കാറിന്റെ പുറകുവശത്ത് ആയതിനാൽ ഡോക്ടർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ SFIയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം. പോലീസ് ബാരിക്കേഡ് മറികടന്ന പ്രവർത്തകർ പോസ്റ്റ് ഓഫീസ് കോമ്പൗണ്ടിനകത്തേക്ക് ഇരിച്ചു കയറി.
ക്രമക്കേടിൽ പ്രതിഷേധിച്ച് SFIയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. 11 മണിയോടെ പ്രകടനമായി എത്തിയ SFI പ്രവർത്തകർ പോലീസ് ബാരിക്കേഡ് മറികടന്ന് പോസ്റ്റ് ഓഫീസ് കോമ്പൗണ്ടിൽ എത്തി. പ്രവർത്തകരും പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. തുടർന്ന് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. മണിക്കൂറുകൾക്ക് ശേഷമാണ് സമരം അവസാനിപ്പിച്ചത്. SFI മാർച്ച് കേന്ദ്ര കമ്മിറ്റി അംഗം ബിപിൻ രാജ് പായം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ഉപഭാരവാഹികൾ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, ജില്ലക്കകത്തെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഉറപ്പിച്ചേർന്ന സേവനം നൽകിയ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ സഹാക്കളാണ്. SFI ഇന്നലെയിൽ നിന്നുമായി രാജ്യത്തുടനീളം ഇതുപോലെ അതിഹാസ്യമായ സമരത്തിന് തെരുവിനകം പറഞ്ഞിരിക്കുകയാണ്. എന്തിനാണ് ഇപ്പോൾ ഈ സമരം നടത്തുന്നത് ചോദിച്ചാൽ, ഇന്നലെ ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത വീണ്ടും നമ്മുടെ രാജ്യത്തിനകത്ത് പറഞ്ഞുവരുന്ന സ്ഥിതിയുണ്ടായി. രാജ്യത്തിനകത്തുള്ള വിദ്യാഭ്യാസ മേഖല കഴിഞ്ഞ 10 വർഷക്കാലമായി രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ രാജ്യത്തിനകത്ത് വിദ്യാഭ്യാസ മേഖല എങ്ങനെയൊക്കെ സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടി പറ്റുമോ അതിനുള്ള എല്ലാ പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഘട്ടത്തിലൊക്കെ ഇത്തരത്തിൽ വിദ്യാഭ്യാസ മേഖലയെ കച്ചവടവൽക്കരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനെതിരായിട്ടുള്ള ശക്തമായ സമരത്തിന് തെരുവിലുണ്ടായ രാജ്യത്തിനകത്ത് തെരുവിലുണ്ടായ സംഘടന SFI എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു വരുന്ന സ്ഥിതിയുണ്ട്. അദ്നാൻ ചട്ടഞ്ചാൽ അധ്യക്ഷത വഹിച്ചു. K. സജീഷ്, KP വൈഷ്ണവ്, M. അനുരാജ്, PK മഞ്ജിഷ എന്നിവർ സംസാരിച്ചു. K. അനുരാഗ് സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. UG പരീക്ഷ റദ്ദാക്കിയ കേന്ദ്ര നടപടിയിൽ പ്രതിഷേധിച്ച MSFന്റെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂരിൽ BSNL ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ സെക്രട്ടറി AGC ബഷീർ ഉദ്ഘാടനം ചെയ്തു. നീറ്റ് UG പരീക്ഷ റദ്ദാക്കിയ കേന്ദ്ര നടപടിയിൽ പ്രതിഷേധിച്ച് MSFന്റെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂരിൽ BSNL ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ സെക്രട്ടറി AGC ബഷീർ ഉദ്ഘാടനം ചെയ്തു. ഈ സമരം യഥാർത്ഥത്തിൽ MSF മാത്രമല്ല, രാജ്യവ്യാപകമായി വിദ്യാർത്ഥി സമൂഹത്തെ സ്നേഹിക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങളും ഈ വിദ്യാർത്ഥികളുടെ കഠിനാധ്വാനവും സ്വപ്നങ്ങളും തകർത്ത കേന്ദ്ര സർക്കാരിൻ്റെ ലാഘവത്തോടെയുള്ള ഇത്ര നിരുത്തരവാദപരമായ സമീപനത്തിനെതിരെയുള്ള അതിശക്തമായ പോരാട്ടത്തിലാണ് രാജ്യവ്യാപകമായി. ദൃശ്യമാധ്യമങ്ങൾ തുറന്നാൽ ടെലിവിഷനിലൊക്കെ എല്ലാ ഭാഗത്തും ഇത്തരത്തിലുള്ള പ്രക്ഷോഭ പരിപാടികൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 2024 ഇതേ നീറ്റ് UG പരീക്ഷ ജാർഖണ്ഡ് ഭാഗത്ത് ചോദ്യപേപ്പർ ചോർന്നു എന്ന പേരിൽ വലിയ വിവാദമായി സുപ്രീം കോടതി ഇടപെട്ടു. അന്ന് സുപ്രീം കോടതി ഇടപെട്ടപ്പോൾ കൃത്യമായ നിരീക്ഷണം ഇക്കാര്യത്തിൽ പറയുകയും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറയുന്ന NTA ഇതിൻ്റെ പൂർണ്ണമായ ചുമതല 2017 പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ പ്രതിഷേധം പ്രകടിപ്പിച്ചും സുതാര്യമായ പരീക്ഷാ സംവിധാനം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ടും MSF തൃക്കരിപ്പൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് നടത്തിയത്. ടൗണിലെ മുസ്ലിം ലീഗ് ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് BSNL ഓഫീസ് പ്രധാന ഗേറ്റിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് ഗേറ്റിൽ MSF പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. MSF നിയോജകമണ്ഡലം പ്രസിഡന്റ് ഉസ്മാൻ പോത്താംകണ്ടം അധ്യക്ഷത വഹിച്ചു. MSF ജില്ലാ പ്രസിഡന്റ് സൈഫുദ്ദീൻ തങ്ങൾ, MSF സംസ്ഥാന പ്രവർത്തക സമിതി അംഗം അസറുദ്ദീൻ മണിയനോടി, മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറി നിഷാം പട്ടേൽ, യൂത്ത് ലീഗ് മണ്ഡലം സെക്രട്ടറി VPP ഷുഹൈബ്, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ TS നജീബ്, MSF മണ്ഡലം സെക്രട്ടറി AT സാലിം, ട്രഷറർ അർഷാദ് തെക്കേക്കാട്, മെഹബൂബ് IT, മുജ്തബ പെരിയോത്ത് എന്നിവർ സംസാരിച്ചു. മാർച്ചിന് സാജിദ് പടന്ന, ഉസ്മാൻ വെള്ളാപ്പ്, അസഹദ് വടക്കുംപാട്, ഷെയ്ദാസ് തങ്കയം, ഹാഷിർ ഒട്ടപ്പടവ്, ഹസീബ് പിലിക്കോട്, ഇൻസാഫ് കൊവ്വൽ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. UG പരീക്ഷ റദ്ദാക്കിയ കേന്ദ്ര നടപടിയിൽ പ്രതിഷേധിച്ച MSFന്റെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂരിൽ BSNL ഓഫീസിലേക്ക് മാർച്ച് നടത്തി.
മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ സെക്രട്ടറി AGC ബഷീർ ഉദ്ഘാടനം ചെയ്തു. നീറ്റ് UG പരീക്ഷ റദ്ദാക്കിയ കേന്ദ്ര നടപടിയിൽ പ്രതിഷേധിച്ച് MSFന്റെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂരിൽ BSNL ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ സെക്രട്ടറി AGC ബഷീർ ഉദ്ഘാടനം ചെയ്തു. ഈ സമരം യഥാർത്ഥത്തിൽ MSF മാത്രമല്ല, രാജ്യവ്യാപകമായി വിദ്യാർത്ഥി സമൂഹത്തെ സ്നേഹിക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങളും ഈ വിദ്യാർത്ഥികളുടെ കഠിനാധ്വാനവും സ്വപ്നങ്ങളും തകർത്ത കേന്ദ്ര സർക്കാരിൻ്റെ ലാഘവത്തോടെയുള്ള ഇത്ര നിരുത്തരവാദപരമായ സമീപനത്തിനെതിരെയുള്ള അതിശക്തമായ പോരാട്ടത്തിലാണ് രാജ്യവ്യാപകമായി. ദൃശ്യമാധ്യമങ്ങൾ തുറന്നാൽ ടെലിവിഷനിലൊക്കെ എല്ലാ ഭാഗത്തും ഇത്തരത്തിലുള്ള പ്രക്ഷോഭ പരിപാടികൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 2024 ഇതേ നീറ്റ് UG പരീക്ഷ ജാർഖണ്ഡ് ഭാഗത്ത് ചോദ്യപേപ്പർ ചോർന്നു എന്ന പേരിൽ വലിയ വിവാദമായി സുപ്രീം കോടതി ഇടപെട്ടു. അന്ന് സുപ്രീം കോടതി ഇടപെട്ടപ്പോൾ കൃത്യമായ നിരീക്ഷണം ഇക്കാര്യത്തിൽ പറയുകയും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറയുന്ന NTA ഇതിൻ്റെ പൂർണ്ണമായ ചുമതല 2017 പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ പ്രതിഷേധം പ്രകടിപ്പിച്ചും സുതാര്യമായ പരീക്ഷാ സംവിധാനം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ടും MSF തൃക്കരിപ്പൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് നടത്തിയത്. ടൗണിലെ മുസ്ലിം ലീഗ് ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് BSNL ഓഫീസ് പ്രധാന ഗേറ്റിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് ഗേറ്റിൽ MSF പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. MSF നിയോജകമണ്ഡലം പ്രസിഡന്റ് ഉസ്മാൻ പോത്താംകണ്ടം അധ്യക്ഷത വഹിച്ചു. MSF ജില്ലാ പ്രസിഡന്റ് സൈഫുദ്ദീൻ തങ്ങൾ, MSF സംസ്ഥാന പ്രവർത്തക സമിതി അംഗം അസറുദ്ദീൻ മണിയനോടി, മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറി നിഷാം പട്ടേൽ, യൂത്ത് ലീഗ് മണ്ഡലം സെക്രട്ടറി VPP ഷുഹൈബ്, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ TS നജീബ്, MSF മണ്ഡലം സെക്രട്ടറി AT സാലിം, ട്രഷറർ അർഷാദ് തെക്കേക്കാട്, മെഹബൂബ് IT, മുജ്തബ പെരിയോത്ത് എന്നിവർ സംസാരിച്ചു. മാർച്ചിന് സാജിദ് പടന്ന, ഉസ്മാൻ വെള്ളാപ്പ്, അസഹദ് വടക്കുംപാട്, ഷെയ്ദാസ് തങ്കയം, ഹാഷിർ ഒട്ടപ്പടവ്, ഹസീബ് പിലിക്കോട്, ഇൻസാഫ് കൊവ്വൽ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കാസർഗോഡ് കടന്നൽ കുത്തേറ്റ് അധ്യാപകൻ മരിച്ചു. ബളാംതോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ ചാമുണ്ടിക്കുന്ന് സ്വദേശി വിജയനാണ് മരിച്ചത്. വീടിന് സമീപത്ത് നിന്നാണ് കടന്നൽ കുത്തേറ്റത്. ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ കുഴിയിൽ വീണതോടെ കടന്നലുകൾ കൂട്ടമായി കുത്തുകയായിരുന്നു. കാഞ്ഞങ്ങാട് അരിമല ഹോസ്പിറ്റലിലെ നഴ്സുമാരെ ആദരിച്ച് കാഞ്ഞങ്ങാട് ശോഭിക വെഡിങ്സ്. അന്താരാഷ്ട്ര നഴ്സസ് വാരാഘോഷ പരിപാടികളുടെ ഭാഗമായി നഴ്സസ് ദിനത്തിലാണ് ആദരവ് ഒരുക്കിയത്. ശോഭിക വെഡിങ്സിന്റെ നേതൃത്വത്തിലാണ് അരിമല ഹോസ്പിറ്റലിലെ നഴ്സുമാരെ ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചത്. അന്താരാഷ്ട്ര നഴ്സസ് ദിനാചരണത്തിന്റെ ഭാഗമായാണ് ആദരിക്കൽ പരിപാടി സംഘടിപ്പിച്ചത്. ശോഭിക വെഡിങ്സ് ഷോറൂം മാനേജർ മൻസൂർ, ASM വിപിൻ, HR എക്സിക്യൂട്ടീവുമാരായ രഞ്ജുഷ്, ശ്രീജ, അക്കൗണ്ട് ഹെഡ് റിസ്വാൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. അതായത് നേഴ്സസിനെ ഇപ്പോൾ എല്ലാവരും നമ്മളെ ഒരു ആദരവോടെ കാണുന്ന സമയങ്ങളാണിത്. കാരണം കോവിഡ് തൊട്ട് ഞങ്ങളോട് നല്ല സ്നേഹത്തിൽ എല്ലാവരും തന്നെ പെരുമാറിയിട്ടുള്ളൂ. കാരണം കോവിഡിൻ്റെ സമയത്തും ഞങ്ങളുടെ ആരോഗ്യം പോലും നോക്കാതെ കോവിഡ് പേഷ്യൻറ്റിനെ നല്ലപോലെ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം ഗവൺമെൻറ് ആശുപത്രിയിലായിരുന്നു, അത് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഗവൺമെൻറ്റിലാണെങ്കിലും നമ്മൾ നല്ലപോലെ സേവനം ചെയ്തിട്ടുണ്ട്. എൻ്റെ പേഷ്യൻസ് എപ്പോഴും എന്നെ കാണുമ്പോൾ നല്ല സ്നേഹത്തോടെ ഓടി വന്ന് ആ ഒരു സന്തോഷം മതി നമുക്ക്. പേഷ്യൻസിൻ്റെ സന്തോഷമാണ് നമുക്ക് ഏറ്റവും സന്തോഷം. ഹോസ്പിറ്റലിലെ ജനറൽ സർജൻ ഡോക്ടർ പുരുഷോത്തമൻ, നഴ്സിംഗ് സൂപ്രണ്ട് ക്ലാരമ്മ എന്നിവരെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.
Bridal Collection by Shobhika Weddings. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേക്കുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും കണ്ണെഴുത്തുകോ. പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം കാഞ്ഞങ്ങാട്. ഇന്റീരിയറുകളുടെ വിസ്മയം, ഗ്ലാസ് വർക്കുകളുടെ ചടുലത ആരെയും ചുവട് വയ്പ്പിക്കും. ഈ കിച്ചൺ ക്യാബിനറ്റുകൾ കുക്കിംഗ് ഒരനുഭവമാക്കും. ദ ഹാപ്പിയസ്റ്റ് ഫാമിലി. ബെഡ്റൂം ഇന്റീരിയർ, വാതിലുകൾ സുന്ദരമായ സ്വകാര്യതയാണ്. ഇതെല്ലാമാണ് വീടെന്ന സ്വപ്നം. ന്യൂ ഇന്ത്യൻ ഗ്ലാസ് ഏജൻസി. Glass, plywood, kitchen cabinet, wide range of interior products. The biggest interior accessory showroom at North Malabar. ഇനി നിങ്ങൾക്കും നഴ്സിംഗ് പഠിക്കാം ഏറ്റവും കുറഞ്ഞ ഫീസിൽ. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷനിലെ ഈ അധ്യയന വർഷത്തെ നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സിലേക്കുള്ള ഫീസ് വെറും 30,000 മാത്രം. +2 കഴിഞ്ഞവർക്ക് ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാം. മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ 30 വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം, വിദഗ്ധരായ ഡോക്ടർമാരുടെയും അധ്യാപകരുടെയും സേവനം. ഇനി എന്തിന് മാറി ചിന്തിക്കണം? നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. Unity Center for Medical Education, കാഞ്ഞങ്ങാട് and നീലേശ്വരം. വാർത്തകൾ തുടരുന്നു. ഭൂമിയിലെ മലാഖമാർ എന്ന് വിശേഷിപ്പിക്കുന്ന നഴ്സുമാർക്ക് ആദരമൊരുക്കി ശോഭിക വെഡിങ്സ് കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് മൻസൂർ ഹോസ്പിറ്റലിലെ നഴ്സുമാരെയാണ് ശോഭിക വെഡിങ്സിന്റെ നേതൃത്വത്തിൽ ആദരിച്ചത്. എല്ലാ ഹീറോസിനും ക്യാപ്റ്റൻ ഉണ്ടാകണമെന്നില്ല. ചിലർ സ്ക്രഫ് ധരിച്ച് സ്വന്തം ക്ഷീണം മറന്ന് ഓരോ ദിവസവും ജീവൻ കാത്തു സൂക്ഷിക്കുകയാണ്. ഈ നഴ്സസ് ഡേയിൽ നമ്മുടെ മാലാഖമാർക്ക് ശോഭിക വെഡിങ്സിന്റെ സ്മോൾ സർപ്രൈസ് വിത്ത് ബിഗ് ലവ്. ഭൂമിയിലെ മാലാഖമാരാണ് ഓരോ നഴ്സുമാരും. ലോകമെങ്ങുമുള്ള നഴ്സുമാരുടെ അക്ഷീണമായ സേവനത്തെയും പ്രതിജ്ഞാബദ്ധതയെയും കൊണ്ടാടാനുള്ള ഓർമ്മപ്പെടുത്തലാണ് ഓരോ നഴ്സസ് ദിനവും. എല്ലാ വർഷവും മെയ് 12 ലോകമെമ്പാടും അന്താരാഷ്ട്ര നഴ്സസ് ദിനം ആചരിക്കുന്നു. ആധുനിക നഴ്സിംഗിന്റെ സ്ഥാപക എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ജന്മവാർഷിക ദിനമാണ് രാജ്യാന്തര നഴ്സസ് ദിനമായി ആഘോഷിക്കുന്നത്. കരുതലിന്റെയും ആത്മസമർപ്പണത്തിന്റെയും പ്രതീകമായ നഴ്സുമാർക്ക് ആദരമർപ്പിക്കുകയാണ് ഈ അന്താരാഷ്ട്ര നഴ്സസ് ദിനത്തിൽ. രോഗിയുടെ ചികിത്സയിലും പരിചരണത്തിലും ഡോക്ടർമാരോടൊപ്പം തുല്യ പ്രാധാന്യമുള്ള സേവനമാണ് നഴ്സുമാർ നൽകുന്നത്. ഓരോ വർഷവും വ്യത്യസ്ത പ്രമേയങ്ങളോടെയാണ് നഴ്സസ് ദിനം ആചരിക്കുന്നത്. നഴ്സുമാരുടെ ക്ഷേമം, സുരക്ഷ, തൊഴിൽ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തൽ, ആരോഗ്യരംഗത്തെ ശക്തിപ്പെടുത്തൽ എന്നിവയാണ് പൊതുവെ പ്രമേയങ്ങളിൽ ഉൾപ്പെടുന്നത്. നമ്മുടെ നഴ്സുമാർ നമ്മുടെ ഭാവി എന്നതാണ് ഈ വർഷത്തെ രാജ്യാന്തര നഴ്സസ് ദിന പ്രമേയം. ഇന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ മനോഹരവും സന്തോഷകരമായ ഒരു ദിവസവുമാണ്. കാരണം ഇന്ന് ഞങ്ങളുടെ എല്ലാ ഫാദേഴ്സ് ഓഫ് നഴ്സിംഗ് ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ജന്മദിനമാണ് നമ്മൾ നഴ്സസ് ദിനമായി ആചരിക്കുന്നത്. ഇന്ന് ഞങ്ങൾ മൻസൂർ ഹോസ്പിറ്റലിലെ സ്റ്റാഫ് നഴ്സുമാരാണ്. ഞങ്ങൾക്ക് ശോഭിക വെഡിങ് കളക്ഷൻസിന്റെ വകയായിട്ട് ഞങ്ങളുടെ ചെയർമാൻ സാറിന്റെയും അതുപോലെ ഹോസ്പിറ്റൽ മാനേജറിന്റെയും വകയായിട്ട് ഒരു ചെറിയ വളരെ ഒരു ചോക്ലേറ്റും ഒരു റോസാ പുഷ്പവും ഞങ്ങൾക്ക് ലഭിച്ചു. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ മനോഹരവും ഞങ്ങളെ ഭയങ്കര സന്തോഷവും നൽകുന്ന ഒരു സമ്മാനം തന്നെയാണ് ഞങ്ങൾക്ക്. ഞങ്ങൾ ഓരോ നഴ്സുമാരെയും ഓരോ മാലാഖമാരായിട്ടാണ് എല്ലാവരും കാണുന്നത്. ഓരോ ഹീലിംഗും ഞങ്ങളുടെ മുഖത്തെ സ്മൈലിംഗ് കാണുമ്പോൾ പേഷ്യൻസിന്, അതായത് രോഗികൾക്ക്
ഞങ്ങളെ അവരുടെ രോഗങ്ങൾ മാറുന്നതും അതുപോലെ ബെറ്റർ ഹീലിംഗിനേക്കാളും കൂടുതലും ഞങ്ങളുടെ മുഖത്തെ ആ ഒരു പ്രസൻസ് അവരെ കൂടുതൽ ഹീൽ ചെയ്യാൻ സഹായിക്കുന്നു എന്നാണ് ഓരോ പേഷ്യൻസിനും പറയുന്നത്. നഴ്സസ് ദിനത്തിന്റെ ഭാഗമായി മൻസൂർ ഹോസ്പിറ്റലിലെ നഴ്സുമാരെ ആദരിച്ചു. കാഞ്ഞങ്ങാട് ശോഭിക വെഡിങ്സിന്റെ നേതൃത്വത്തിലാണ് നഴ്സുമാർക്ക് ആദരമൊരുക്കിയത്. ഷോറൂം മാനേജർ മൻസൂർ, ASM വിവിൻ, HR എക്സിക്യൂട്ടീവുമാരായ രഞ്ജുഷ്, ശ്രീജ, അക്കൗണ്ട് ഹെഡ് റിസ്വാൻ എന്നിവർ ആദരിക്കൽ ചടങ്ങിൽ പങ്കെടുത്തു. മൻസൂർ ഹോസ്പിറ്റൽ ചെയർമാൻ കുഞ്ഞാമത്ത് C. പാലക്കി, ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ K. കുഞ്ഞാമത്ത്, മാനേജിംഗ് ഡയറക്ടർ ഷംസുദ്ദീൻ പാലക്കി, ഫിസിഷ്യൻ ഷാനവാസ് ഉസ്മാൻ, റെസിഡൻസ് മെഡിക്കൽ ഓഫീസർ അഹയാസ് റഹ്മാൻ, ഡയറക്ടർ സഹൽ, ഹോസ്പിറ്റൽ സ്റ്റാഫ്, നഴ്സുമാരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അന്താരാഷ്ട്ര നഴ്സസ് വാരാഘോഷത്തിന് സമാപനമായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. അന്താരാഷ്ട്ര നഴ്സസ് വാരാഘോഷത്തിന് സമാപനമായി. ജില്ലാതല സമാപന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായും ലോകത്ത് നൂറ്റാണ്ടുകൾക്കപ്പുറം ഏറ്റവും വലിയൊരു യുദ്ധകാലത്ത് ആ യുദ്ധത്തിൻ്റെ കെടുതിയുടെ അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ ഭാഗമായി പരിക്കേറ്റ ആയിരക്കണക്കിന് വരുന്ന പട്ടാളക്കാർക്ക് സ്വാതന്ത്ര്യവും അതോടൊപ്പം അവരെ ശുശ്രൂഷിക്കുന്നതിനു വേണ്ടി ഇരുട്ടിൻ്റെ ഗ്രാമങ്ങളിൽ ഒരു വെളിച്ചവുമായി ഒരു വിളക്കുമായി കിലോമീറ്ററുകളോളം താണ്ടി അവരെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത മഹനീയായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഓർമ്മ തീർച്ചയായും അന്താരാഷ്ട്ര നേഴ്സിംഗ് വാരാഘോഷത്തിൻ്റെ ഭാഗമായി നാം ഓർമ്മപ്പെടുകയാണ്. തീർച്ചയായും നമ്മുടെ ഈ പുതിയ കാലത്ത് എല്ലാ സേവനങ്ങളുടെയും പ്രതീകമായി സമൂഹത്തിന് ഒരു വലിയ വെളിച്ചം പകർന്നുകൊണ്ട് എല്ലാ മനുഷ്യർക്കും ആശ്വാസം കൊടുക്കുന്ന നിലയിലേക്കുള്ള ഒരു സ്പർശനം അല്ലെങ്കിൽ ശുശ്രൂഷ ഏറ്റവും ഭംഗിയായി നിർവഹിക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് നഴ്സസ് മേഖല. ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ മുഖ്യാതിഥിയായി. മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷാഹിന സലീം അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മെഹറൂൻ നിസ ഹമീദ്, DMO സന്തോഷ് B, ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ ശോഭ, രമണി, P. രേവതി, A. ലത, നിർമ്മല അഗസ്റ്റിൻ, PV പവിത്രൻ, ജോബി ജോർജ്, ടിബാദാസ്, വൈശാഖ് എന്നിവർ സംസാരിച്ചു. ജില്ലാ നഴ്സിംഗ് ഓഫീസർ മിനി ജോസഫ് സ്വാഗതവും നഴ്സിംഗ് ഓഫീസർ PV അനീഷ് നന്ദിയും പറഞ്ഞു. തുടർന്ന് സർവീസിൽ നിന്ന് വിരമിച്ചവരെ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ശോഭിക വെഡിങ്സിന്റെ വാർഷികാഘോഷ പരിപാടികൾ വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം നിർവഹിച്ചു. കലാപരിപാടികൾ ശ്രദ്ധേയമായി. കാഞ്ഞങ്ങാട് ശോഭിക വെഡിങ്സിന്റെ വാർഷികാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് നടന്നത്. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം നിർവഹിച്ചു. ശോഭികയോട് ഒരു നല്ല ഒരു ഫ്രണ്ട്ഷിപ്പാണ് ഇവിടെ വന്ന അന്ന് മുതൽ, അല്ലെങ്കിൽ വരാൻ തീരുമാനിച്ച ആ തീരുമാനം മുതൽ ഞങ്ങൾ കൂടെയുള്ള ഒരാൾ എന്ന നിലയിൽ ശോഭികയുടെ വളർച്ചയിൽ, ശോഭികയുടെ സന്തോഷത്തിൽ കുടുംബസമേതം പങ്കുചേരുന്നു. ഇവിടെ സൂചിപ്പിച്ച പോലെ മദേഴ്സ് ഡേ ആണ്. നോ ടെമ്പിൾ ഈസ് ഹോളിയർ ദാൻ മദർ. ബിഗ്മാൾ ഡയറക്ടർ ഷംസുദ്ദീൻ പാലക്കി മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു. ഷോറൂം മാനേജർ മൻസൂർ സ്വാഗതം പറഞ്ഞു. ശോഭിക GM റിഷാദ്, HR എക്സിക്യൂട്ടീവുമാരായ രഞ്ജുഷ, ശ്രീജ എന്നിവർ ചടങ്ങിൽ ആശംസയർപ്പിച്ച് സംസാരിച്ചു. ASM വിപിൻ നന്ദിയർപ്പിച്ച് സംസാരിച്ചു. ശോഭിക വെഡിംഗ് സെന്ററിലെ സ്റ്റാഫ് അംഗങ്ങൾ പങ്കെടുത്ത കലാപരിപാടികൾ ശ്രദ്ധേയമായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് നടന്ന സംസ്ഥാന മാർഷൽ ആർട്സ് ഫെസ്റ്റിവലിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. മെയ് 14 മുതൽ 19 വരെയാണ് മാർഷൽ ആർട്സ് ഫെസ്റ്റിവൽ നടക്കുന്നത്. കാസർഗോഡ് ജില്ലാ ഒളിമ്പിക്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് നടന്ന സംസ്ഥാന മാർഷൽ ആർട്സ് ഫെസ്റ്റിവലിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ പറഞ്ഞു. മെയ് 14 മുതൽ 19 വരെ കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മാർഷൽ ആർട്സ് ഫെസ്റ്റ് നടക്കുന്നത്. അന്താരാഷ്ട്ര ഒളിമ്പിക്
ദിനാഘോഷത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ കായിക മേഖലകളിൽ വലിയ ആഘോഷം നടക്കാൻ പോവുകയാണ്. ചരിത്രത്തിലാദ്യമായി കേരളം ആദ്യം വഹിക്കുന്ന ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനപ്രകാരം ഇത്തവണ കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ്റെ ഒളിമ്പിക് ദിനാഘോഷം സംഘടിപ്പിക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് കാസർഗോഡ് ജില്ലയിൽ മാർഷൽ ആർട്സ് ഫെസ്റ്റ് നടക്കുകയാണ്. ജില്ലയിലെ കായിക രംഗത്ത് കൂടുതൽ കരുത്തു പകരുന്നതിന് ഈ ആഘോഷം ഏറെ പ്രചോദനമാണ്. നിരവധി കായിക താരങ്ങൾക്ക് കായിക മത്സരങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരമാണ് ഇവിടെ സംഘടിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. ജില്ലയിൽ ആദ്യമായാണ് ഇത്തരം മത്സരത്തിന് വേദിയൊരുങ്ങുന്നത്. ജില്ലയിലെ നിരവധി കായിക താരങ്ങൾക്ക് കായിക മത്സരങ്ങളിൽ പങ്കെടുക്കുവാനുള്ള ഒരു പുതിയ വേദിയായി മാർഷൽ ആർട്സ് ഫെസ്റ്റ് മാറ്റുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഇതിൽ 1500-ലധികം 1550 കായിക താരങ്ങളാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. കരാട്ടെ വിഭാഗത്തിൽ 400, ടൈക്കോണ്ടോ വിഭാഗത്തിൽ 700, ജൂഡോ വിഭാഗത്തിൽ 100, കളരിയിൽ 50, ഉഷു 100, ബോക്സിംഗ് 100, ആം റെസ്ലിംഗ് 100. ഇത്തരത്തിൽ ആണ് ഇതിൻ്റെ പങ്കാളിത്തം എന്നുള്ളത്. ഓരോ അസോസിയേഷനും അതിൻ്റെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. നടക്കുന്നത് നിങ്ങൾ എല്ലാവർക്കും അറിയുന്നതുപോലെ കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ഇൻഡോർ സ്റ്റേഡിയത്തിൽ അതിന് വേണ്ടിയിട്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. മാത്രമല്ല അവിടെ ഈ 1500 കായിക താരങ്ങളും അതോടൊപ്പം രക്ഷിതാക്കളും ഉൾപ്പെടെ വലിയ ജനാവലി ഇതിൻ്റെ ഭാഗമായി ഉണ്ടാവുമെന്നാണ് ഞങ്ങളുടെ ഇതിൻ്റെ വിശ്വാസം. അർത്ഥത്തിലാണ് പ്ലാൻ ചെയ്തത്. ഈ വർഷം ഈ ഒരു പ്രോഗ്രാമാണ് നടത്തുന്നത്. എല്ലാ വർഷവും ഇത്തരത്തിലുള്ള മാർഷൽ ആർട്സ് ആദ്യമായിട്ടാണ് ജില്ലയിൽ നടക്കുന്നത്. ഒരു മാർഷൽ ആർട്സ് ഫെസ്റ്റ് എന്ന നിലയിൽ 7 കായിക ഇനങ്ങൾ മാർഷൽ ആർട്സ് ഇനങ്ങളാണ് ഇത്തവണ ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫെസ്റ്റ് 14-ന് രാവിലെ 11 മണിക്ക് കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി രമേശൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് വി സുനിൽകുമാർ മുഖ്യാതിഥിയാവും. 14, 15 തീയതികളിൽ കരാട്ടെ മത്സരം, 16-ന് വുഷു കളരിപ്പയറ്റ് മത്സരങ്ങൾ, 17-ന് ആം റെസ്ലിംഗ്, ജൂഡോ, ബോക്സിംഗ് മത്സരങ്ങൾ. മെയ് 18, 19 തീയതികളിൽ തൈക്കോണ്ടോ തുടങ്ങി 7 കായിക മേഖലകളിലാണ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി മത്സരം നടക്കുന്നത്. 19-ന് നടക്കുന്ന സമാപന സമ്മേളനം രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്യും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ വി രമേശൻ, ഒളിമ്പിക് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറിയും സംഘാടക സമിതി ജനറൽ കൺവീനറുമായ M അച്യുതൻ, ഒളിമ്പിക് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പ്രതീഷ് മീത്തൽ, സീനിയർ വൈസ് പ്രസിഡന്റ് ഡോക്ടർ MK രാജശേഖരൻ, തൈക്കോണ്ടോ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് M കുഞ്ഞബ്ദുള്ള എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ലേബർ കോഡ് ഉത്തരവിന്റെ കോപ്പി കത്തിച്ച് തൃക്കരിപ്പൂർ ടൗണിൽ തൊഴിലാളികളുടെ പ്രതിഷേധം. CITU തൃക്കരിപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഉത്തരവിന്റെ കോപ്പി കത്തിച്ചത്. രാജ്യത്തെ വിവിധ തൊഴിൽ നിയമങ്ങളെ തൊഴിലാളി വിരുദ്ധത നിറഞ്ഞ 4 ലേബർ കോഡുകളിലാക്കി കേന്ദ്ര സർക്കാർ കോർപ്പറേറ്റ് മുതലാളിമാർക്ക് ഒത്താശ ചെയ്ത് കൊടുക്കുകയാണെന്ന് ആരോപിച്ചാണ് CITUവിന്റെ നേതൃത്വത്തിൽ ഉത്തരവിന്റെ കോപ്പി കത്തിച്ച് പ്രതിഷേധിച്ചത്. തൃക്കരിപ്പൂർ ടൗണിലെ ക്ലോക്ക് ടവർ പരിസരത്ത് നടന്ന പ്രതിഷേധം CITU കാസർഗോഡ് ജില്ലാ സെക്രട്ടറി PA റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. അതുമാത്രമല്ല 12 മണിക്കൂർ ജോലിയെടുത്താൽ 8 മണിക്കൂർ ജോലിയെടുത്ത് നൽകുന്ന ശമ്പളം തന്നെ കാശ് തന്നെ നൽകുന്ന രീതിയിലേക്ക് കൊണ്ടുപോകുന്നതാണോ തൊഴിലാളികളുടെ സംരക്ഷിക്കുന്ന നിയമം എന്ന് പറഞ്ഞ് ഇത് നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നത്? ഞങ്ങൾക്ക് മറുപടി വേണം. അതുമാത്രമല്ല, നിരവധി തൊഴിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതാത് സമയങ്ങളിൽ പ്രതികരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പുതിയ നിയമങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കഴിയുന്നത്. അങ്ങനെ പ്രതികരിക്കുന്നതിനുള്ള അവകാശങ്ങളും രാജ്യത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള നിയമമാക്കി ഈ ലേബർ കോഡുകൾ മാറിയിരിക്കുകയാണ്.
അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്, സംഘടിക്കുവാനും വിലപേശുവാനും തൊഴിലാളികൾക്കുള്ള അവകാശങ്ങൾ ഇല്ലായ്മ ചെയ്യുന്ന നിയമമായിട്ട് ഈ 4 ലേബർ കോഡുകൾ മാറിയിരിക്കുകയാണ്. PC ഉമേഷ് അധ്യക്ഷത വഹിച്ചു. CITU പഞ്ചായത്ത് സെക്രട്ടറി K കനേഷ്, PV ദാമോദരൻ, സിദ്ദുലാൽ IT, T അബ്ദുള്ള എന്നിവർ സംസാരിച്ചു. വിവിധ മേഖലകളിലെ തൊഴിലാളികൾ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്. എന്റെ സ്വന്തം വീട് എന്റെ സ്വപ്നങ്ങൾക്ക് ചിറകേകിയത് ഈ ആംബിയൻസ് ആണ്. ദ ബെസ്റ്റ് പ്ലേസ് ഓഫ് മൈൻഡ്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. ദ മാസ്റ്റർ ബ്രെയിൻ ബിഹൈൻഡ് മൈ ഡ്രീം. ഇനി മനസ്സിനിണങ്ങിയത് നമ്മുടെ വീടിന്. The magical bond between me and my home. D&G Furniture and Interiors. അതിനാൽ കാഞ്ഞങ്ങാട്. Furnish your home, furnish your life. Mansoor Hospital and School of Nursing, Kanyangad. Phone 0467220270. 7 lives. Mansoor Hospital. Dedication, determination and dignity. ഇമ്മാനുവൽ സിൽക്സ് ഷോറൂമുകളിൽ ക്രിസ്മസ് ന്യൂ ഇയർ ഫാഷൻ ജിംഗിൾസ്. ഓരോ 3000 രൂപയുടെ പർച്ചേസിനും 500 രൂപയുടെ ഫ്രീ പർച്ചേസ്. വധൂവരന്മാർക്കായി അണിഞ്ഞൊരുങ്ങാൻ വെഡിംഗ് ഫെസ്റ്റ്. വെഡിംഗ് പർച്ചേസിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് നൽകുന്നു 100% ക്യാഷ് ബാക്ക്. ഇമ്മാനുവൽ സിൽക്സ് വിദേശ മലയാളികൾക്കായി ഒരുക്കുന്നു NRI ഫെസ്റ്റിലൂടെ നേടാം ആകർഷകമായ ഓഫറുകൾ. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷമാക്കാൻ പുത്തൻ സ്റ്റോക്കുകളുമായി വൈവിധ്യങ്ങളായ സാരികൾ, യൂണിഫോം സാരികൾ, ലേറ്റസ്റ്റ് ലേഡീസ് വെയർ, ന്യൂ ട്രെൻഡുകളിലുള്ള കിഡ്സ് കളക്ഷനുകൾ, ജെന്റ്സ് വെയറുകൾ തുടങ്ങിയവ ഇമ്മാനുവൽ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ എക്കണോമി സെക്ഷനിൽ ബൈ 1 ഗെറ്റ് 1 ഓഫറുകളും 99 രൂപ മുതൽ 999 രൂപ വരെയുള്ള വസ്ത്രങ്ങളും. ഈ ക്രിസ്തുമസ് ന്യൂ ഇയർ ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കൂ. ഇമ്മാനുവൽ സിൽക്സ്, മെഗാമാൾ, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. ഓൾസോ അറ്റ് കണ്ണൂർ, ഇരട്ടി ആൻഡ് പട്ടാമ്പി. വാർത്തകൾ തുടരുന്നു. ലോക സസ്യാരോഗ്യ ദിനാചരണത്തിന്റെ ഭാഗമായി പടന്നക്കാട് കാർഷിക കോളേജിലെ മലബാർ പ്ലാന്റ് പ്രൊട്ടക്ഷൻ സൊസൈറ്റിയുടെയും കേരള കാർഷിക സർവകലാശാലയുടെയും കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ദ്വിദിന ദേശീയ സെമിനാർ സംഘടിപ്പിച്ചു. ലോക സസ്യാരോഗ്യ ദിനാചരണത്തിന്റെ ഭാഗമായി പടന്നക്കാട് കാർഷിക കോളേജിലെ മലബാർ പ്ലാന്റ് പ്രൊട്ടക്ഷൻ സൊസൈറ്റിയുടെയും കേരള കാർഷിക സർവകലാശാലയുടെയും കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ദ്വിദിന ദേശീയ സെമിനാർ സംഘടിപ്പിച്ചു. അതിജീവനശേഷിയുള്ള കൃഷി, സസ്യാരോഗ്യ പരിപാലനത്തിലും ബയോസെക്യൂരിറ്റിയിലുമുള്ള നൂതന ആശയങ്ങൾ എന്നതാണ് സെമിനാറിന്റെ പ്രമേയം. പടന്നക്കാട് കാർഷിക കോളേജിന്റെ ഡീനും സർവകലാശാല ജനറൽ കൗൺസിൽ അംഗവുമായ ഡോക്ടർ സജിത റാണിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ബി അശോക് IAS സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിൽ സസ്യാരോഗ്യത്തിനുള്ള പ്രാധാന്യം ജനങ്ങളിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സെമിനാർ സംഘടിപ്പിക്കുന്നത്. ചടങ്ങിൽ ഡോക്ടർ രാജേന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സെമിനാറിന്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ച അബ്സ്ട്രാക്ട് ബുക്കിന്റെ ഡിജിറ്റൽ പ്രസിദ്ധീകരണവും നിർവഹിച്ചു. മലബാർ പ്ലാന്റ് പ്രൊട്ടക്ഷൻ സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ ശ്രീകുമാർ, സെക്രട്ടറി ഡോക്ടർ സൈനാമോൾ കുര്യൻ, കോളേജിലെ മുൻ ഡീൻ ഡോക്ടർ ഗോവിന്ദൻ, പ്രൊഫസർ മിനി PK എന്നിവർ സംസാരിച്ചു. തോന്നുന്ന ക്വാളിറ്റി കുറഞ്ഞ കമ്പനികളുടെ ഒന്നും എടുക്കൂല. അപ്പൊ നിയമം തന്നെ പാലിക്കപ്പെടാത്ത അവസ്ഥയിലേക്ക് വരും. ഒരുപാട് കമ്പനി ഉണ്ട് അങ്ങനെ, അതൊന്നും എടുക്കാതെ പോകും. ഇപ്പോഴ് ഈ നിയമത്തില് ഇങ്ങനെയുള്ള ഇടാകൂടങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അതില് വൻപൻ ഫൈനാണ് വെച്ചത്. കോടതി പോകുന്നില്ല, കോടതി അവസാന ഘട്ടത്തിലേക്ക് ആദ്യം തന്നെ കനത്ത ഫൈൻ അടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഒരു വ്യത്യസ്തമായിട്ടുള്ള കാര്യമായിട്ട് ഇതിൽ വന്നിരിക്കുന്നത്. ഈസ് ഓഫ് ഡൂയിങ്. ഫൈൻ അടിച്ചു കഴിഞ്ഞാൽ വീണ്ടും മേലെ തുടങ്ങാം. പിന്നെയോ ഇന്ത്യന്റെ ഈ പെസ്റ്റിസൈഡ് റെഗുലേഷൻ അതിന്റെ മൊത്തത്തിൽ ഡിജിറ്റൈസ് ചെയ്യും. ഇതെല്ലാം ഹാർഡ് കോപ്പിയാണ്. ആപ്ലിക്കേഷൻ നടത്തണം, മറ്റേ കോപ്പി വേണം, എല്ലാം വെച്ചിട്ട് എല്ലാം ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി എല്ലാം ഡിജിറ്റൽ ആയിട്ട് ചെയ്യുക. ഇത്രയുമാണ്. പിന്നെയോ അക്രഡിറ്റഡ് ലാബറട്ടറികൾ ഉണ്ടാക്കുക. ആ ലാബറട്ടറിയിൽ ഇതെല്ലാം പരിശോധിക്കും. പിന്നെ പെസ്റ്റിസൈഡ് സബ്സ്റ്റാൻഡേർഡ് ആണോ എന്നുള്ളതെല്ലാം പരിശോധിക്കുക. അക്രഡിറ്റഡ് ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി ലാബറട്ടറികൾ ഉണ്ടാക്കുക.
ഇതൊക്കെയാണ് ഉദ്ദേശം. അതിന്റെ ഈ പ്രൊവിഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പഴയ നിയമത്തെ മാറ്റുക. ഈ നിയമം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ പഴയ നിയമം ഓട്ടോമാറ്റിക്കായിട്ട് ഇല്ലാതെയാകും. കേരളത്തിലെ പ്രഥമ സസ്യരോഗ ശാസ്ത്രജ്ഞൻ പ്രൊഫസർ ജയസാം രാജ്, കീടശാസ്ത്ര വിഭാഗത്തിൽ കേരളത്തിലെ ആദ്യകാല ശാസ്ത്രജ്ഞന്മാരിൽ പ്രബലനായ ഡോക്ടർ MRGK നായർ എന്നിവരുടെ സ്മരണാർത്ഥം സംഘടിപ്പിച്ച പുരസ്കാരം ഡോക്ടർ CK പീതാംബരൻ, ഡോക്ടർ KD പ്രതാപൻ എന്നിവർ ഏറ്റുവാങ്ങി. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ശാസ്ത്രജ്ഞർ, ഗവേഷകർ, വിദ്യാർത്ഥികൾ, കർഷകർ എന്നിവരും സെമിനാറിന്റെ ഭാഗമായി. സസ്യരോഗ കീട നിയന്ത്രണത്തിനുള്ള നൂതന ആശയങ്ങളെക്കുറിച്ച് ദേശീയ അന്തർദേശീയ തലത്തിലുള്ള പ്രഗത്ഭരും പ്രസ്തുത മേഖലയിൽ ഗവേഷണം നടത്തുന്ന വിദ്യാർത്ഥികളും പ്രബന്ധം അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വലിയപറമ്പ് ഇടയിലക്കാട് കാവിനകത്തെ ചെറുചലനങ്ങൾ നിരീക്ഷിക്കാൻ വായനാ വെളിച്ചം വായനക്കളരി പദ്ധതിയുടെ ഭാഗമായി കുരുന്നുകളെത്തി. തൃക്കരിപ്പൂർ IT EK നായനാർ വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിലാണ് പ്രകൃതി വായനയ്ക്കായി ഇടയിലക്കാട് കാവിൽ കുട്ടികൾ ഒന്നുചേർന്നത്. വേനൽ മഴയിൽ ഇറ്റിറ്റു വീഴുന്ന മഴത്തുള്ളികൾക്കിടയിൽ കാവിനകത്തെ ചെറുചലനങ്ങൾ പോലും അവർ നിരീക്ഷിച്ചു. മഴപ്പൊത്തുകളിൽ നിന്ന് പുതുമഴയിൽ തലയുയർത്തി വരുന്ന കൂണുകളും വല നെയ്യുന്ന ചിലന്തികളും പലതരം കിളികളുടെ ചേഷ്ടകളുമൊക്കെ കുരുന്നുകൾക്ക് കൗതുക കാഴ്ചയായി. അത്യപൂർവമായ ഓരിലത്താമര എന്ന ഓർക്കിഡ് വിഭാഗത്തിൽപ്പെട്ട ഔഷധ സസ്യത്തെപ്പറ്റിയും വംശനാശ ഭീഷണി നേരിടുന്ന വെള്ളവയറൻ കടൽപ്പരുന്തിനെക്കുറിച്ചും അവർ വിസ്മയത്തോടെ കേട്ടറിഞ്ഞു. ലൈബ്രറി കൗൺസിൽ ഹോസ്ദുർഗ് താലൂക്ക് സെക്രട്ടറി P വേണുഗോപാലൻ കാവിനെ അറിയാൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മെതിയടിയാണ് ഉപയോഗിച്ചിരുന്നത്. ചെരുപ്പ്, മരം കൊണ്ടുള്ള ചെരുപ്പ് ആണ് ഉപയോഗിച്ചിരുന്നത്. പഴയ കാലത്ത് മെതിയടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ എന്താക്കും, ഈ മരത്തിന്റെ ചെരുപ്പാണ്, അതായത് ഈ മരം കൊണ്ടുള്ള മെതിയടിയാണ് പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്നത്. വായനാ വെളിച്ചം കൺവീനർ K മനൂജ, വായനശാല പ്രസിഡന്റ് സിദുലാൽ IT, ലൈബ്രറിയൻ VP സീമ, TK ഷിജു, UK സജിത എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കാഞ്ഞങ്ങാട് പുതിയ കോട്ടയിൽ മാളിയേക്കൽ അസോസിയേറ്റ് പവർ ടൂൾസ് റെന്റൽ സർവീസ് പ്രവർത്തനം ആരംഭിച്ചു. കാഞ്ഞങ്ങാട് മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ആസിഫ് CK ഉദ്ഘാടനം നിർവഹിച്ചു. കാഞ്ഞങ്ങാട് പുതിയ കോട്ട അഭിരാം ടവറിൽ മാളിയേക്കൽ അസോസിയേറ്റ് പവർ ടൂൾസ് റെന്റൽ സർവീസ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു. സ്കഫോൾഡിംഗ്, എർത്ത് ഹാമർ, പമ്പ് സെറ്റുകൾ, ഡ്രില്ലിംഗ് മെഷീനുകൾ എന്നിങ്ങനെ എല്ലാവിധ ടൂൾസും ദിവസ വാടകയ്ക്ക് ലഭ്യമാകും. കാഞ്ഞങ്ങാട് മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ആസിഫ് CK സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ സന്തോഷിന്റെയും ഷാജു, ഷിജു എന്നിവരുടെ സംയുക്ത സംരംഭമാണ് മാളിയേക്കൽ അസോസിയേറ്റ്. സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം സ്ഥാപനത്തിനുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മർച്ചന്റ്സ് അസോസിയേഷൻ സെക്രട്ടറി അനിൽ PV, ഹാസിഫ് മെട്രോ, ഷെരീഫ്, തോമസ് K ജോസ്, BNI മെമ്പർമാർ, കുടുംബാംഗങ്ങൾ, ഉപഭോക്താക്കൾ തുടങ്ങിയവർ സംബന്ധിച്ചു. സന്തോഷ് MG, ഷാജു മാളിയേക്കൽ, ഷിജോ മൂന്നുമാക്കൽ എന്നിവരുടെ ഉടമസ്ഥതയിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. സ്കഫോൾഡിംഗ് പൈപ്പ് സൈറ്റിൽ വന്ന് സെറ്റ് ചെയ്തു കൊടുക്കുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തായന്നൂർ ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സുവർണ ജൂബിലി ആഘോഷ പരിപാടി സുവർണ സന്ധ്യ സമാപിച്ചു. സുവർണ സന്ധ്യ പ്രശസ്ത സിനിമാ താരം സന്തോഷ് പണ്ഡിറ്റ് ഉദ്ഘാടനം ചെയ്തു. തായന്നൂർ ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷ സമാപനം സുവർണ സന്ധ്യ വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് സംഘടിപ്പിച്ചത്. പ്രശസ്ത സിനിമാ താരം സന്തോഷ് പണ്ഡിറ്റ് ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്ക് ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ സമൂഹത്തിന് എന്ത് സന്ദേശമാണ് നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ഇതാണ് അദ്ദേഹം ചോദിച്ചത്. നമ്മൾ വേറൊരാളെ ഉപദേശിക്കാനോ അല്ലെങ്കിൽ അവർക്കൊരു മെസ്സേജ് കൊടുക്കാനുള്ള ഒരു വിവരമോ അതിനുള്ളൊരിതോ എനിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാൽ നമ്മളുടെ
സിനിമയായാലും എന്തായാലും ഈവൻ എൻ്റെ ഫേസ്ബുക്കിൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് അറിയാം, വെറുതെ ഒരു ഫോട്ടോ ഇട്ട് ഒന്നും എഴുതാതെ ഒരു സംഭവം ഞാൻ ചെയ്യാറില്ല. ജൂബിലി കമ്മിറ്റി ജനറൽ കൺവീനർ വി ഗോപി മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. ജൂബിലി കമ്മിറ്റി ട്രഷറർ ടി പി ചന്ദ്രമോഹനൻ അധ്യക്ഷത വഹിച്ചു. ബിന്ദു കൃഷ്ണൻ, അശ്വിനി പി, സജിത, ടി പി രവീന്ദ്രൻ നായർ, എൻ വി ശ്രീധരൻ നായർ, പി കെ ജയദേവൻ നായർ, ടി പി സുരേഷ് കുമാർ, കെ ആർ സി മധുസൂദനൻ, എൻ വി ഗോപിനാഥ്, എൻ വി രജിത് കുമാർ, മധു ജി, പൊന്നപ്പൻ കെ, കപിൽ, അംബു, ഉമേശൻ പൊയ്യളം, ദിവ്യ വിനോദ്, മനോജ് പി ചാക്കോ, അജിത് എൻ വി, അരുണിമ രാജ് എന്നിവർ സംസാരിച്ചു. ക്ലബ് സെക്രട്ടറി രമേശൻ കെ നന്ദിയർപ്പിച്ച് സംസാരിച്ചു. മണികണ്ഠമാരാർ ഉപ്പിലിക്കൈ അവതരിപ്പിച്ച പഞ്ചാരിമേളം ശ്രദ്ധേയമായി. തുടർന്ന് നൃത്ത വിസ്മയമായ കേളിക്കോട്ട് ബാബു പിലിക്കോടിന്റെ ശിക്ഷണത്തിൽ ഉദയ വനിതാ വേദി അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് മാട്രിമോണിയൽ സൈറ്റ് വഴി പരിചയപ്പെട്ട് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന പരാതിയിൽ യുവാവിനെതിരെ പോലീസ് കേസെടുത്തു. വടകര സ്വദേശി മുഹമ്മദ് ഷമാസിനെതിരെയാണ് വിദ്യാനഗർ പോലീസ് കേസെടുത്തത്. വേനൽ മഴയോടൊപ്പം ശക്തമായി ഉണ്ടായ ഇടിമിന്നലിൽ കാസർഗോഡ് ജില്ലയിൽ വ്യാപക നാശനഷ്ടം. പടുപ്പിൽ തട്ടുമൽ സ്വദേശികളായ ഗോപാലൻ, രുക്മിണി ദമ്പതികളുടെ വീടിന് മിന്നലേറ്റ് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളുണ്ടായി. നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ SFIയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. കാസർഗോഡ് കടന്നൽ കുത്തേറ്റ് അധ്യാപകൻ മരിച്ചു. വളാംതോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ ചാമുണ്ടിക്കുന്ന് സ്വദേശി വിജയനാണ് മരിച്ചത്. ജില്ലയിൽ നഴ്സസ് ദിനം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. ശോഭിക വെഡിങ്സിന്റെ വാർഷികാഘോഷ പരിപാടികൾ വൈവിധ്യമാർന്ന പരിപാടികളോടെ സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് നടന്ന സംസ്ഥാന മാർഷൽ ആർട്സ് ഫെസ്റ്റിവലിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. മെയ് 14 മുതൽ 19 വരെയാണ് മാർഷൽ ആർട്സ് ഫെസ്റ്റിവൽ നടക്കുന്നത്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.